ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഈ പോകുന്നതിന് മുമ്പ് ഈ ലാംഗ്വേജ് പഠിക്കാനും അല്ലാതെ എല്ലാം നമ്മൾ സ്വർണ്ണം പണയം വെച്ചും കടം മേടിച്ചും പോകുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് അതിന് ഇതിനെല്ലാം കുറേ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം മീറ്റ് ചെയ്ത് നമ്മൾ കടം കാര്യം എല്ലാം മേടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നൊരു 3 monthsനുള്ളിൽ എനിക്കത് ഫുൾ വീട്ടാൻ കഴിഞ്ഞു. അതെന്ന് പറയുന്നത് എൻ്റെ പപ്പയും മമ്മിയും വർക്ക് ചെയ്യുവാണ് ആ സമയത്ത്. ഞാൻ നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മൂന്നും കൂടെ എത്ര ശ്രമിച്ചാലും വീട്ടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാനൊരു 3 monthsനുള്ളിൽ ഞാൻ ഫുള്ളി ഫ്രീ ആയി. സോ അത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടൊരു നിമിഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഫിനാൻഷ്യലി ഒരു ഇതായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കടം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഇതൊന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. സോ അതൊരു 3ാമത്തെ മന്തിലെ സാലറി എൻ്റെ അക്കൗണ്ടിൽ കയറി 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഭയങ്കര ഒരു അടിപൊളിയായി. പക്ഷെ അത് ഓരോരുത്തരുടെ കടങ്ങളുടെ ഇതനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ എനിക്കത് പേഴ്സണലി എനിക്ക് അത്ര ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ലൈഫ് പോയി തുടങ്ങും. നമുക്കൊരാൾക്ക് കടം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് വേറൊരു കാര്യവും ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതായിരുന്നു എൻ്റെ ഒരു പ്രൗഡായിട്ട് എനിക്ക് ജീവിതം ഞാൻ ഉദ്ദേശിച്ച പോലെ പോകുന്നു, ഐ ആം ഓൺ റൈറ്റ് ട്രാക്ക് എന്ന് ഫീൽ ചെയ്തത് ആ സമയത്താണ്.